നമസ്കാരം. നമ്മൾ ഒരുപാട് അധ്വാനിച്ചുണ്ടാകുന്ന കാശിനെ യഥാർത്ഥമായും അത് ലാഭമുണ്ടാകുന്ന മീഡിയയിലാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്? ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. 1,00,000 രൂപ ഒരു തവണ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരെ നിങ്ങൾക്കറിയാം. ബാങ്കിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പല രക്ഷിതാക്കളും മക്കളുടെ പേരിലോ അല്ലെങ്കിൽ പേരക്കിടാങ്ങളുടെ പേരിലൊക്കെ ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അവരുടെ കല്യാണ സമയത്ത് എടുക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശിനെ വളർത്തുന്നുണ്ടോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം. 1,00,000 രൂപ നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളതിന് 10% ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. 10% നമ്മുടെ നാട്ടിൽ കിട്ടാറില്ല, അത് കിട്ടാൻ സാധ്യത ഇനി വളരെ കുറവാണ്. എന്നാൽ പോലും 10% ലാഭം കിട്ടുകയാണെങ്കിൽ പോലും 30 വർഷം കഴിയുമ്പോൾ കോമ്പൗണ്ടിങ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൂട്ടണത്. അതായത് ഉദാഹരണത്തിന് ആദ്യത്തെ വർഷം അയാൾ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 1,10,000 അടുത്ത വർഷം ഉണ്ടാവുക. ആ 1,10,000 ലാഭം എന്നുള്ള രീതിയിലാണ് നമ്മൾ രണ്ടാം വർഷം കണക്ക് കൂട്ടുന്നത്. അങ്ങനെയുള്ള കണക്ക് തന്നെയാണ് നമ്മൾ ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 30 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 15,86,000 രൂപയോളം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ വളർത്താൻ പറ്റിയിട്ടുണ്ടാവും. ഇനി അതേ കാര്യം തന്നെ നിങ്ങൾ ആ ഒരു 30 വർഷം മുന്നേ ഒരു 1,00,000 രൂപ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കൂട്ടുക. ഫോർ എൻ എക്സാമ്പിൾ, നമ്മൾ നിപ്പോൺ ഇന്ത്യയുടെ ഗ്രോത്ത് മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ടിലാണ് ഈ പറയുന്ന തുക ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ വാല്യൂ ഏകദേശം 4 കോടി രൂപയുടെ മുകളിലായിരിക്കും. 15 ലക്ഷം രൂപയും ഈ 4 കോടി രൂപയും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ മാർക്ക് മേടിക്കുന്ന കുട്ടിയും തോറ്റ കുട്ടിയും തമ്മിലുള്ള കമ്പാരിസൺ പോലെ അത്രയും ഭീകരമായ ഡിഫറൻസ് ആണ് അതിലുണ്ടാവുക. സോ ഇത്രയും സാധ്യത, ഇത്രയും ഡിഫറൻസ് നിങ്ങളുടെ വരുമാനത്തിൽ ഉണ്ടാക്കുന്ന ഒരു മീഡിയം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പല ആൾക്കാർക്കും സംശയമാണ്, അല്ലെങ്കിൽ അറിയാത്തൊരു കാര്യമാണ്. പലപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുന്ന ചില വാക്കുകളുണ്ട് അല്ലേ? മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കുകൾ, ആ വാക്കുകളെ മാത്രം പേടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിനുള്ളൊരു മറഞ്ഞു കിടക്കുന്ന വലിയൊരു സാധ്യത നമ്മൾ കാണാതെ പോകുന്നുണ്ട്. സോ നിങ്ങൾ കൃത്യമായ ഫിനാൻഷ്യൽ അറിവുണ്ടാക്കുക. ആ ഒരു അവയർനെസ് നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുമെന്ന് തീർച്ചയാണ്.